നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുക കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നാട്ടിക സെന്ററിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ മെമ്പറുടെ അങ്ങനെ കൂടി പറയാനൊരു മെമ്പർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അത്രയും നിന്ന് പോകുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ താങ്ങാക്കി ശരിക്കും നമ്മുടെ വാർഡ് മെമ്പർ ഈ കാലയളവ് കഴിഞ്ഞു പോകുന്നതിനുള്ളിൽ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തേ പറ്റുമോ എന്നുള്ളത് നിശ്ചയതയോടുകൂടി ഇറങ്ങിയ കാരണം കൊണ്ട് നമുക്ക് അത്തരത്തിലൊരു ഈ ഉദ്ഘാടന വേളയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ കൂടിയും ഇതിന് പ്രത്യേകമാണ്. ഒരുപാട് പേര് മെമ്പർ പറഞ്ഞു ഞങ്ങളുടെ കഴിഞ്ഞ സമയത്താണെങ്കിൽ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അമ്പു ചേച്ചി മെമ്പറായിരുന്നു. അമ്പു ചേച്ചിയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ കടന്നിരുന്നത്. കൂപ്പണൊക്കെ ഇറങ്ങി ഒരുപാട് പേര് പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾ ഭൂമി വാങ്ങിയത്. അതിനുശേഷം ഫണ്ട് വെച്ച് പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നു. എന്നാൽ കൂടി രാഷ്ട്രീയ ഘട്ടങ്ങളിൽ അവക്കിനെ അവസാന സമയത്ത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിതിനെ ബാക്കി പ്രവർത്തികളിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചത്. ചേർപ്പ് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പ് സംയുക്ത പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 10ാം വാർഡിലെ 11ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം KB പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. പണി കഴിഞ്ഞെന്ന് എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം പറയുന്നത് നമ്മുടെ എല്ലാവരെയും വളരെ സന്തോഷമുള്ള ദിവസമാണ്. സെലിമെമ്പറുടെ കാലത്ത് അതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായി. അതിനുശേഷം അമ്പു ചേച്ചി മെമ്പറായിരുന്ന കാലത്താണ് ഇതിന്റെ സ്ഥലം വാങ്ങുന്നതും അതുപോലെ തന്നെ ഇതിന്റെ നടപടികൾ നടത്തുന്നത്. ഞാൻ മെമ്പറായപ്പോഴാണ് ഇതിന്റെ കട്ടളവത്ത് വെച്ചത് തുടങ്ങിയത്. 4 വർഷം കഴിഞ്ഞ്. പക്ഷെ ഇതുപോലെ തന്നെ പല ആളുകളുടെ കൈകളിലൂടെ കടന്ന് എൻ്റെ കൈകളിൽ അത് ഈ ഒരു മുഹൂർത്തത്തിന് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥലത്ത് നിലനിൽക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ വാർഡിലുള്ള ഒരുപാട് ആളുകൾ വളരെ ആകാശത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ ടീച്ചർമാര് ഷീബ ടീച്ചർ ഉൾപ്പെടെ മല്ലിക ടീച്ചർ ഉൾപ്പെടെ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചടങ്ങിൽ സംസ്ഥാന വനമിത്ര അവാർഡ് നേടിയ ഷീബ രാധാകൃഷ്ണൻ, സംസ്ഥാന സർക്കാരിന്റെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം ലഭിച്ച ഷീന, SCERT പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചിത്രരചനയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ട KR രേവതി എന്നിവരെ ആദരിച്ചു. ഇതോടൊപ്പം 10ാം വാർഡിലെ SSLC +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യ രമേശ്, ജോസ് ചാക്കേരി, അനിത അനിലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ഹരിദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
പാറളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് പദ്ധതിക്ക് തുക കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ ഒരു നിമിഷത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഗുണത്തോടൊപ്പം തന്നെ കുട്ടികൾ നിയമത്തെ അനുസരിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ് SPC. നമുക്ക് SPC നമ്മുടെ സ്കൂളിൽ ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ ഓരോ നിരീക്ഷണം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാവും. കുട്ടികളിൽ നല്ല എന്താ പറയുക, നമ്മുടെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളുടെ സഹാനുഭൂതിയും അവരെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഈ പദ്ധതിയിലൂടെ കുട്ടികളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ നമ്മൾ വന്ന കാലത്ത് മാഷിനൊക്കെ പഠിക്കി പറയും, നമുക്ക് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമെന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന്. അപ്പോൾ മാഷി ഇപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഇങ്ങനൊരു സഹായം എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂളിനെ നിങ്ങൾ വന്നതിന് ശേഷം എല്ലാ പ്രാവശ്യവും 100% ലഭിക്കുമ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു പ്രോത്സാഹനം നമ്മൾ സ്കൂളിൽ നൽകാറുണ്ട്. അത് ഞങ്ങളുടെ ആഗ്രഹം ആ മാഷ് പോകുന്നേക്കാൾ മുമ്പ് തന്നെ അത് നൽകണമെന്നാണ്. അത് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് SPCക്ക് തുക കൈമാറിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വപ്ന കൂടാരത്തിൽ വെച്ച് തന്നെ ഇങ്ങനെയൊരു നല്ലൊരു കാര്യം ഞങ്ങൾക്ക് പാറളം പഞ്ചായത്തിന് തുടക്കം തന്നെ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യം താഴെ വെച്ചായിരിക്കും ഈ പരിപാടി നടത്തുന്നതെന്ന് വിചാരിച്ച്, പക്ഷേ ഈ ഹാളിൻ്റെ ഇതെന്താ ഒരു സംഭവം എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. പുതിയൊരു ഹാളിൻ്റെ ഉദ്ഘാടനം എന്നാണ് മാഷൂടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. സർവതോത്മകമായി എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് തിളങ്ങാൻ സാധിച്ചിട്ടുണ്ട് പാറളം പഞ്ചായത്തിൻ്റെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ ഭരണസമിതി ചെറിയ കാലഘട്ടങ്ങൾ സമയങ്ങളോടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പാറളം പഞ്ചായത്തിന് പടിയിറങ്ങാണ്. പക്ഷെ ഞങ്ങൾ ഇരുന്ന ആ സമയങ്ങളിൽ മുഴുവൻ ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടാൻ ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖല പാറളം പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ അമ്മാട് ഗവൺമെൻറ് സ്കൂള്, നമ്മുടെ പാറളം പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളുകളും ഞങ്ങൾക്ക് അഭിമാനമായി തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പോൾ, കെ പ്രമോദ്, പ്രധാനാധ്യാപകൻ സ്റ്റെയ്നി ചാക്കോ, PTA പ്രസിഡന്റ് ഡെന്നസ് പെല്ലിശ്ശേരി, GLP സ്കൂൾ പ്രധാനാധ്യാപിക TK ശ്രീജ എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, ദേശീയപാതയിലെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കും ക്രമക്കേടും അശാസ്ത്രീയ നിർമ്മാണവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി നാട്ടിക സെന്ററിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തൃപ്രയാറിലും തൃപ്രയാർ പോളി ജംഗ്ഷനിലുമായി മണിക്കൂറുകളോളം ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് അടിയന്തരമായി പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്ന് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് പറഞ്ഞു. പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1 കിലോമീറ്ററോളം വരുന്ന ദേശീയപാത ഒലിച്ചു പോകുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല, പുരിയാടാണ് അതുണ്ടായത്. അത് മാത്രമല്ല, നമ്മുടെ പല സർവീസ് റോഡുകളും ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഓരോ ഭാഗത്തേക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. എറണാകുളത്തേക്ക്, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നേരത്തെ 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് പോയിരുന്നത് ഇപ്പോൾ 5 മണിക്കൂർ ഉണ്ടായാലും എറണാകുളത്ത് എത്താൻ സാധ്യതയില്ല. തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകാൻ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പോകേണ്ട ബുദ്ധിമുട്ട് നമുക്കറിയാം. തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകേണ്ട ബുദ്ധിമുട്ട് നമുക്കറിയാം. അങ്ങനെ നമ്മുടെ ജില്ലയിലെ ഈ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിൽ വ്യാപകമായി ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിയാസ് പറയുന്ന ഒരു കാര്യവും ശരിയല്ല എന്ന് തെളിയിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി,
DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, കെ ദിലീപ് കുമാർ, VR വിജയൻ, ശോഭ സുബിൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, KV ദാസൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TV ഷൈൻ, ജീജ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദിഖ, PS സുൽഫിക്കർ, സന്തോഷ് മാസ്റ്റർ, CK ചന്ദ്രൻ, KB രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിലെ കളക്ഷൻ തുകയായ 7 ലക്ഷം രൂപ തട്ടിയെടുത്ത് ഒളിവിൽ പോയ കളക്ഷൻ ഏജന്റ് പിടിയിൽ. പഴുവിൽ കുറുമ്പിലാവ് പല്ലാട്ട് വീട്ടിൽ 34 വയസ്സുള്ള കിരണാണ് പിടിയിലായത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വലപ്പാട് ഒറ്റാലി വീട്ടിൽ 51 വയസ്സുള്ള രഞ്ജൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ട്രാവൻകൂർ ബിൽഡ്വെയർ എന്ന സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റായ 34 വയസ്സുള്ള കല്ലാട്ട് വീട്ടിൽ കിരണിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 മാർച്ച് 1 തീയതി മുതൽ സ്ഥാപനത്തിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിറ്റ വകയിലുള്ള കളക്ഷൻ തുകയായ 7 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ കിരൺ ഇടുക്കിയിലുണ്ടെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലപ്പാട് പോലീസ് സംഘം കിരണിനെ ഇടുക്കിയിൽ നിന്നുമാണ് പിടികൂടിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ CN, ASI ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീഷ് കുമാർ, സോഷി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അഖില കേരള ബാലജനസഖ്യം 96ാമത് ജന്മദിനാഘോഷം തൃശൂർ യൂണിയനും ചേർപ്പ് നവരശ്മി യൂണിറ്റും ചേർന്ന് ആഘോഷിച്ചു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് സ്വാലിഹ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, നവരശ്മി യൂണിറ്റ് സഹകാരിമാരായ KL ആന്റണി, KB പ്രസാദ്, CS ഋതിക, ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ബാഗ് അടക്കമുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുതുക്കാട് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. കണ്ണമ്പത്തൂർ പൊന്നാമ്പിടി വീട്ടിൽ ബിന്ദു, സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ വട്ടനാത്ര സ്വദേശി കൈനാത്തൂടൻ വീട്ടിൽ അശോകൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. അടുക്കളയിൽ സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെയാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറി കേട്ടതായും സമീപവാസികൾ പറഞ്ഞു. വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടുകയും കർട്ടനുകൾ കത്തിയ നിലയിലുമാണ്. അടുക്കളയുടെ സ്ലാബിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ കത്തി നശിച്ചു. ശുചിമുറിയുടെ വാതിലിനും ഫാനും തകർന്നു വീണു. പൊള്ളലേറ്റ ഇരുവരും പുറത്തേക്കിറങ്ങി നിലവിളിച്ചപ്പോഴാണ് സമീപവാസികൾ അറിയുന്നത്. ഉടൻ തന്നെ 2 പേരെയും നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഗ്യാസ് സിലിണ്ടർ ചോരാനിടയായ കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. മദ്യലഹരിയിൽ സഹോദരനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ റൌഡിയായ മണ്ണുത്തി പറവട്ടാനി വെള്ളറ വീട്ടിൽ 34 വയസ്സുള്ള റിഷ്കോവിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തളിക്കുളത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപം വെച്ച പറവട്ടാനി വെള്ളറ വീട്ടിൽ 35 വയസ്സുള്ള റിക്നോവിനെയാണ് ഇയാൾ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. റിക്നോവും അനിയൻ റിഷ്കോവും ഇവരുടെ സുഹൃത്തുക്കളും കൂടി പറവട്ടാനിയിൽ നിന്നും നാട്ടിക ബീച്ചിലേക്ക് പോകുന്ന വഴി തളിക്കുളം അശോക പെട്രോൾ പമ്പിന് സമീപം വെച്ച് പ്രതി റിഷ്കോവ് മുൻവൈരാഗ്യം വെച്ച മദ്യലഹരിയിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ഓട്ടോറിക്ഷ നിർത്തി ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങി റിഷ്കോവ് റിക്നോവിനെ ഉന്തി റോഡിലേക്ക് തള്ളിയിടുകയും റോഡിന്റെ വശത്ത് കിടന്നിരുന്ന കരിങ്കല്ല് കഷ്ണമെടുത്ത് റിക്നോവിന്റെ തലയ്ക്കടിച്ച് ആക്രമിക്കുകയായിരുന്നു. റിഷ്കോവ് മണ്ണൂത്തി സ്റ്റേഷൻ റൌഡിയാണ്. റിഷ്കോവിനെതിരെ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ 2015, 24 വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസുകളടക്കം ക്രിമിനൽ കേസുകളുണ്ട്. വടാനപ്പള്ളി ഇൻസ്പെക്ടർ ഷൈജു N ബിസബ്, ഇൻസ്പെക്ടർ ഷാഫി യൂസഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫിറോസ്, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ണിമോൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവർക്ക് കളക്ടറുമായി സംവദിക്കുന്നതിനായി നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 35ാം അധ്യായം നടന്നു. ചിറ്റിലപ്പള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അതിഥികളായി എത്തിയത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുറമെ ഒരു വിശിഷ്ടാതിഥി കൂടെ പ്രോഗ്രാമിന് എത്തിച്ചേർന്നിരുന്നു. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത അസിമ എന്ന റോബോട്ടാണ് ആ വിശിഷ്ടാതിഥി. റോബോട്ടിൽ നിന്നും പൂച്ചെണ്ട സ്വീകരിച്ചതിനു ശേഷമാണ് പരിപാടി ആരംഭിച്ചത്. KR മുഹമ്മദ് ഫാരിസ്, KD മനു കൃഷ്ണൻ എന്നീ വിദ്യാർത്ഥികൾ ELSA എന്ന സംരംഭത്തെ വിശദമായ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ വിവരിച്ചു. ഇലക്ട്രിക്കൽ സേഫ്റ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വിഷയത്തെ പ്രൊജക്ട് അടിസ്ഥാനമാക്കിയാണ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തതും
നടത്തിവരുന്നതുമായ സൈക്കിളുകളെ ഇലക്ട്രിക് ബൈക്കുകളായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചു. ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും അറിയിച്ചാണ് ഏവരും മടങ്ങിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ ബ്രില്ലി എസ് സംഗീത, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ ജോൺ ചെമ്പൂക്കാവ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് HOD എസ് അഞ്ജു, റോബോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD ഷഹസിയ പർവീസ്, അധ്യാപകരായ പ്രവീൺ ഫ്രാൻസിസ്, വി അനശ്വര എന്നിവർ വിദ്യാർത്ഥികൾക്കു പുറമെ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുക കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നാട്ടിക സെന്ററിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.